ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഗണ്ട് പടേ ഓർ നീച്ചെ ദിയേ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലിഖേ. അപ്പൊ ഇവിടെയുള്ള ഭാഗം വായിച്ച് അതിന്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പറഞ്ഞത്. ജംഗൾ ജംഗൾ എന്ന് പറഞ്ഞാൽ എന്താ? കാട്. ജംഗൾക്ക് കിനാരെ, ജംഗളിന്റെ അടുത്ത്, കാടിന്റെ അടുത്ത്. ഏക് ചോട്ടാസ ഗാവ്, ഒരു ചെറിയ ഗ്രാമമുണ്ട്. പഹലെ ജംഗൽ മേ അനേക പേടുത്ത, ആദ്യം ഒക്കെ ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്. കാട്ടിൽ എന്തുണ്ടായിരുന്നു? ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങൾ. ലേക്കിൻ അബ് പേട് കട്ടേ ജാ രഹേ ഹൈ, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? മരങ്ങൾ വെട്ടി മാറ്റുകയാണ്. ലേക്കിൻ അബ് പേട് കട്ടേ ജാ രഹേ ഹേ. ഗാവ് മേ പാനി കി കമി കാ അനുഭവ് ഹോനെ ലഗാ ഹേ. അപ്പോൾ എന്താണ്? മരങ്ങൾ വെട്ടി മാറ്റിയിട്ട് ഇപ്പൊ ഗ്രാമത്തിൽ, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഗ്രാമത്തില് ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. പാനിക്ക് കമ്മി എന്ന് പറഞ്ഞാൽ ജലദൗർലഭ്യം അല്ലെങ്കിൽ ജലക്ഷാമം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഗാവ് കഹാ ഹേ? ജംഗൽ കെ കിനാരെ, നാലി കെ കിനാരെ, രാസ്ത കെ കിനാരെ, നദി കെ കിനാരെ. അപ്പൊ എന്താണ് ഉത്തരം? ഇവിടെ തന്നെ ഉണ്ട്, ജംഗൽ കെ കിനാരെ എന്ന് ആണ് ആദ്യത്തെ സെന്റൻസിൽ തന്നെ ഉത്തരം ഉണ്ട്. അപ്പൊ ജംഗൽ കെ കിനാരെ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത്, പേട് ശബ്ദ സമാനാർത്ഥ ശബ്ദ ലിഖേ. പേട് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? വൻ, വൃക്ഷ, ബഗീച, പൗധ. പൗധ എന്ന് പറഞ്ഞാൽ ചെടിയാണ്, ബഗീച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമാണ്, വൃക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം, മരം. അപ്പോൾ രണ്ടാമത്തതാണ് ശരി. ഇനി അടുത്ത, ഗാവ് മേ കിസ്കി കമി കാ അനുഭവ് ഹോനെ ലഗാ ഹേ. ഗാവില്, ഗ്രാമത്തില്, കിസ്കി കമി, എന്തിന്റെ ദൗർലഭ്യമാണ് അല്ലെങ്കിൽ എന്തിന്റെ കുറവാണ് അനുഭവപ്പെടുന്നത്? ഖാന എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലം, ഫ്രൂട്ട്. ഫൂൾ എന്ന് പറഞ്ഞാൽ പുഷ്പം, ഫ്ലവർ. അപ്പൊ എന്താണ്? എന്ത് കമ്മിയാണെന്നാണ്? പാനിക്ക് കമ്മി എന്നാണല്ലേ ഇവിടെ എഴുതിയത്. ഗാവമേ പാനിക്ക് കമ്മിക്ക അനുഭവ്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് പാനിന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? प्रकृति का नाश से बारिश कम होती है, इस पर एक संगत पट तैयार करे. അപ്പോൾ പ്രകൃതിയുടെ നാശം മഴ കുറയുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് സൈൻ ബോർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, പ്രകൃതി ഹമാരി മാഹേ. അപ്പോൾ സൈൻ ബോർഡ് ഉണ്ടാക്കാൻ പ്രകൃതി ഹമാരി മാഹേ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഉസേ സംഭാൽ, അതിനെ സംരക്ഷിക്കൂ. പ്രകൃതി നഹി ജീവൻ നഹി, പ്രകൃതി ഇല്ലെങ്കിൽ ജീവനില്ല. പ്രകൃതിക്ക് നാശസേ ബാരിഷ് കം ഹോത്തി ഹേ, പ്രകൃതിയുടെ നാശം മഴ കുറയുന്നതിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം. ഓക്കെ, ജന്നത്ത് കെ ബച്ചെ. ജന്നത്ത് കെ ബച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിൽഡ്രൻസ് ഓഫ് പാരഡൈസ് എന്ന പാഠഭാഗം അല്ലേ? ഓക്കെ, അതിലുള്ള ഒരു ഭാഗമാണ്. അത് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. ജൂത്തെ ഗും ഹോ ജാനെ കെ ബാത് സുൻകർ വഹു ഉദാസ് ഹോ ജാതി ഹെ. എന്താ സംഭവിക്കുന്നത്? തൻ്റെ ഷൂസ് നഷ്ടപ്പെട്ടു. അത് ബാത്ത് സുൻകർ, ആ വാർത്ത കേൾക്കുമ്പോൾ ഹുദാസ് ഹോ ജാതി ഹെ, അവൾക്ക് എന്ത് വരുന്നു? ആ സങ്കടം വരുന്നു. ഷൂസ് നഷ്ടപ്പെട്ടു പോയാൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നത്. എന്താ സങ്കടം വരുന്നത്? അതിനു പകരം ഇനി എന്താ ചെയ്യുക? അച്ഛനും അമ്മയും ചീത്ത പറയുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. ഓക്കെ, पर यह सोचकर कि घर में तो नए जूते के लिए पैसा तो है नहीं. എന്താണ്? പുതിയ ഷൂസിന് വീട്ടിൽ പണമില്ല അല്ലേ? പർ യഹ് സോച്ച്കർ കി ഘർ മേ തോ നയേ ജൂത്ത്, നയേ ജൂത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ഷൂ മേടിക്കാൻ എന്തില്ല? പൈസ തോ നഹി, പൈസ ഇല്ല. और जूते घूमने की बात जानकर अली को सजा मिल सकती है. അപ്പോൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞാൽ എന്തായിരിക്കും? ബാത്ത് ജാൻകർ അലിക്കോ സസ മിൽ, അലിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടും. വഹ് അപ്പനെ ഹമ്മി അബ്ബുക്കോ കുച്ച് നെഹി പത്താത്തി, മാതാപിതാക്കളോട് ഒരു കാര്യവും പറഞ്ഞില്ല. ഇനി ഇത് നോക്കൂ, അലി ഹൊർ ജഹാരാക്കി വിശേഷതയെ, അലിയുടെയും ജഹറയുടെയും വിശേഷതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സവിശേഷതകള്. ദോനോം ദോസ്ത് ഹെ, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. പുരാനെ ജൂത്തേക്ക്
മരമ്മത്ത് കർണ രഹാ ഹെ. പഴയ ഷൂസ് നന്നാക്കുകയാണ്. ജൂത്തോങ്കോ മിൽ ബാണ്ട്കർ നെ ഇസ്തമാൽ കർത്തേ ഹെ. ജൂത്തോങ്കോ മിൽ ബാണ്ട്കർ നെ ഇസ്തമാൽ കർത്തേ ഹെ. ഇസ് ബാത് കോ അമ്മി അബ്ബു ഓർ ടീച്ചറിനെ ചുപാത്തേ ഹെ. സഹി സങ്കല്പ് ചുൻകർ ലിഖെ. ഇതിൽ ശരിയായത് എന്താന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വായിച്ചതിൽ നിങ്ങൾക്ക് ശരിയായി തോന്നുന്നത് ഏതാണ്? 4 സെന്റൻസ് നമ്മൾ വായിച്ചല്ലോ. അപ്പൊ അതിൽ ശരിയായി തോന്നുന്നത് ഏതാണ്? എന്താണ്? അതെ, ആദ്യത്തേത് ശരിയാണ്. ദോനോ ദോസ്ത് ഹേ അല്ലേ? ഓക്കെ. പിന്നെ ഇസ് ബാത് കെ അമ്മി അബ്ബു ഓർ ടീച്ചേഴ്സ് ചുപാത്തേ ഹെ. ഇത് രണ്ടും ശരിയാണ് അല്ലേ? ഇനി അടുത്തത് സഹി വികൽപ്പ് ചുൻകർ ലിഖെ. ആ ഓർ ആ ഓർ ആ, ഈ ഓർ ഈ. അപ്പൊ ഇതിൽ ശരിയായത് ഏതാണ്? ആ ഓർ ആ, ഇതിൽ ഏതാണ് ശരി? ആ ഓർ ഈ. ഇതല്ല ശരി. ഓക്കെ, ഇതാണ് ശരി. ആ ഓർ ഈ, അതായത് ആ എന്നുള്ളതും ഈ എന്നുള്ളതുമാണ് ശരി. ഈസ് പ്രസംഗക്കെ ആധാർ പർ അലി ഓർ ജഹാര കെ പീച്ച് വാർത്താലാപ് തയ്യാർ കരെ. ഇവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടായി. അപ്പൊ അതിനെ പറ്റിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജഹാര ജൂത്ത കൈ ഗിർ ഗയേ ഹെ. അബ് ക്യാ കരേ? ഷൂ എവിടോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ജഹാര അഗർ അമ്മി അബ്ബുക്കോ പതാ ചൽ ഗയാ തോ വഹത് ഡാറ്റ് പടേഗി. അച്ഛനും അമ്മയ്ക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചീത്ത പറയും. ഗർമേ നയ ജൂത്തെ ഖരീദിനേക്ക് ബി പൈസ നഹി ഹെ. വീട്ടിലാണെച്ചാൽ പുതിയ ഷൂ വാങ്ങാനുള്ള പൈസയും ഇല്ല. ക്യാ ക്യോ ന ഈസ് പുരാനെ ജൂതയ്ക്ക് മർമറത്ത് കറേ ഫലെ. ഇതിനെ ഒന്ന് നന്നാക്കി എടുത്താലോ? ഓർ തബ് തബ് തക്ക് ഹം ജൂതേക്കോ മിൽ ബാട്ട്കർ ഇസ്തമാൽ കരേങ്കെ. അപ്പോൾ നമുക്ക് പങ്കിട്ടെടുക്കാം, നമുക്ക് ഷൂ മാറി മാറി ഉപയോഗിക്കാം. ടീക്ക് ഹേ യഹ് ബാത്ത് കിസിക്കോ മത് ബതാന. ഇത് ആരോടും പറയണ്ട. ഹം ദോനോ മിൽക്കർ ഈ സമസ്യക്കോ സമാന. നമ്മൾ രണ്ടാളും തന്നെ ഈ കാര്യം, നമുക്ക് ഈ പ്രശ്നം നമുക്ക് രണ്ടാൾക്കും തന്നെ പരിഹരിക്കാമെന്ന് പറയുകയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഗണ്ട് പടേ ഓരോ പ്രശ്നമൊക്കെ ഉത്തരലിക്കെ. ഈ ഗണ്ട് ഈ ഭാഗം വായിച്ചിട്ട് പ്രശ്നമൊക്കെ ഉത്തരലിക്കെ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. महादेवी शर्मा आधुनिक युग की प्रसिद्ध कवयत्री है. महादेवी वर्മ്മ ആധുനിക കാലത്തിലെ പ്രശസ്തനായ ഒരു കവിയാണ്. ഉൻക ജന്മ 26 മാർച്ച് 1907. അപ്പോൾ ജന്മം എപ്പോഴാണ് ഉണ്ടായത്? ജനിച്ചത് എപ്പോഴാണ്? 1907 മാർച്ച് 26 ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. യാമ പ്രധാന കൃതികളാണ് യാമ, ശൃംഖലാക്കി കടിയാം, പിന്നെ അതീത് കെ ചലച്ചിത്ര ആദി എനിക്ക് പ്രമുഖ രചന ഹെ. അപ്പം പ്രമുഖമായ രചനകളാണ് ഇതൊക്കെ. പത്മവിഭൂഷൺ പത്മഭൂഷൺ ആദി സെ വ സമ്മാനിത് ഹെ. ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. യാമ പർ ഉനെ ജ്ഞാനപീഠ പുരസ്കാർ പ്രാപ്തു ഹെ. യാമ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. ആധുനിക മീര കെ നാം സെ വോ മഷൂർ ഹെ. അപ്പോൾ ആധുനിക മീര എന്ന് അറിയപ്പെടുന്നുണ്ട്. ഉൻകി മൃത്യു, മരണം സംഭവിച്ച ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഗണ്ടിക്ക് ആധാർ പർ പ്രൊഫൈൽ തയ്യാർ കരയാം. അപ്പോൾ ഇതനുസരിച്ച് പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. നാമ പേര് മഹാദേവി വർമ്മ അതിലുണ്ട്. ജന്മതീയതി ഉണ്ട്. ജന്മസ്ഥാനം ഉത്തർപ്രദേശ്. പ്രമുഖ രചനായും ഇവിടെ എഴുതാം. മൃത്യു. ഓക്കെ. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇനി അടുത്തത് മഹാദേവി വർമ്മക്ക് കിസ് രചനാക്കെ ലിയെ ജ്ഞാനപീഠ പുരസ്കാർ പ്രാപ്ത കിയ. ഏത് രചനക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിവിടെ തന്നെ ഉണ്ട്. യാമ പർ ഹുനെ ജ്ഞാനപീഠ പുരസ്കാർ പ്രാപ്ത ഹുയെ. അപ്പോൾ നമുക്ക് അത് എഴുതാം. എന്താണ്? യാമ. ഓക്കെ. അപ്പോൾ നമുക്ക് യാമ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. വാർത്താലാപ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഒന്നുകൂടി വായിച്ച് നോക്കുക. ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ ചെയ്തത് ഒരു പോസ്റ്ററാണ്. ബാക്കിയെല്ലാം ഇതിലുള്ള ഈ
ഈ നമുക്ക് തന്ന പാസേജിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ആൻസറൊക്കെ. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിച്ച് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.